ആരാധകർ അക്ഷമയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റ് ഇന്ന് തിയേറ്ററുകളിൽ. 18 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. മഹാനടന്മാർക്കൊപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. പേട്രിയറ്റിന്റെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ വിറ്റുപോയത്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഷോ തുടരുകയാണോ? എപ്പോഴാണ് ഷോ പൂർത്തിയാവുന്നത്? വിശദാംശങ്ങൾ. ഷമി 9:15 കൂടിയാണ് പേട്രിയറ്റിൻ്റെ ആദ്യ ഷോ ആരംഭിച്ചത്. ആ ഷോ ഇപ്പോൾ അതായത് പേട്രിയറ്റിൻ്റെ ആദ്യ പ്രദർശനത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇടവേള കഴിഞ്ഞ് ഇപ്പോൾ പ്രേക്ഷകരൊക്കെ വീണ്ടും തിയേറ്ററിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എറണാകുളത്തെ വനിതാ തിയേറ്ററിലാണുള്ളത്. സിനിമയുടെ അണിയറ പ്രവർത്തകരും ഇവിടെ സിനിമ കാണാനായി എത്തിയിട്ടുണ്ട്. വലിയ താരനിര, മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്നു എന്നത് കൂടാതെ തന്നെ മറ്റ് യുവതാരങ്ങളൊക്കെ അണിനിരന്നിട്ടുള്ള വലിയ താരനിരയുള്ള ചിത്രം, ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ഈ വലിയ ആവേശത്തോടുകൂടി ഈ സിനിമ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ. എന്തായാലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്ന ചിത്രമായിരിക്കും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ഈ സിനിമയ്ക്ക് ശേഷം അണിയറ പ്രവർത്തകരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രേക്ഷകരുടെയും പ്രതികരണം നമുക്ക് ഒരുപക്ഷേ ഈ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ അറിയാൻ കഴിയും. എന്തായാലും സിനിമ ഒരു ഹിറ്റ് ചിത്രമാകണമെന്ന പ്രതീക്ഷയാണ് ഫിലിം ഇൻഡസ്ട്രി തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറെ നാളിന് ശേഷം ഇരു താരങ്ങളും ഒന്നിക്കുന്നു, മഹാനടന്മാർ ഒന്നിക്കുന്നു എന്നത് കൂടാതെ തന്നെ ഒപ്പം കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ താരനിര, വലിയൊരു താരനിര ഈ ചിത്രത്തിന് പിന്നിലുണ്ട്. അവരൊക്കെ അണിനിരക്കുമ്പോൾ അങ്ങനെ ഒരു വലിയൊരു മാസ് ചിത്രമായിരിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ അങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്ന് മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. കാരണം സാധാരണ വേഷങ്ങളാണ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്, ആ രീതിയിൽ ഒരു നല്ല സിനിമയായി കണ്ടാൽ മതി എന്നാണ് മമ്മൂട്ടി അത് സൂചിപ്പിക്കുകയും ചെയ്തത്. എന്താണെങ്കിലും ആരാധകർ വലിയ ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പകുതി കൂടി കഴിയുമ്പോഴേക്കും, 1.5 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും നമുക്കത് അറിയാൻ കഴിയും. 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ഈ ദൈർഘ്യം. 2 മണിക്കൂർ 59 മിനിറ്റാണ് കൃത്യമായി തന്നെ സിനിമ ദൈർഘ്യം. അപ്പോൾ ഒരു 9:30 എന്നുള്ളത് 12:30 തന്നെ നമുക്ക് സിനിമയുടെ ഒരു പ്രതികരണം അറിയാൻ കഴിയും. ഇടവേളയുടെ സമയത്തൊന്നും പ്രതികരിക്കേണ്ട തിയേറ്റർ ഉടമകളും ഒപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒക്കെ പ്രേക്ഷകരോട് അഭ്യർത്ഥന അനുസരിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും സിനിമ കഴിയുമ്പോൾ ആരാധകരുടെ പ്രതികരണവും നമുക്കറിയാൻ കഴിയും. തീർച്ചയായും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ സിനിമയ്ക്കായി എത്തിയിരിക്കുന്നത്. പേട്രിയറ്റ് കാണാൻ വലിയ ജനാവലിയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിയേറ്ററുകളിലേക്ക് രാവിലെ എത്തിയത്. തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.